തോന്നിയിട്ട് പറയുന്നത്. അള്ള പറഞ്ഞ വാക്കല്ലേ, അത് കുഴപ്പമില്ല. ഒരു ഇച്ചിരി എടുക്കുന്നുണ്ട്, എന്താ പ്രശ്നം? ഒരു ഇത്തിരി ലോൺ ആവുന്നുണ്ടോ, എന്താ പ്രശ്നം? അത് സൗദിയിൽ എടുത്തില്ലേ, ഒമാനിൽ എടുത്തില്ലേ, ഖത്തറിൽ എടുക്കുന്നില്ല, ദുബായിക്കാർ ചെയ്തില്ലേ, അവരൊക്കെ ഖുർആൻ ഇറങ്ങിയല്ലേ, അവർക്ക് ഷിർക്ക് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുവോ? ഷിർക്ക് ചെയ്യുന്നു അവർ, നിങ്ങൾ ചെയ്യുവോ? ഖുർആൻ ഇറങ്ങിയ സ്ഥലത്ത് പോയിട്ട് അവർ ഷിർക്ക് ചെയ്യുന്നു. ബിംബങ്ങളുടെ മുന്നിൽ പോയി കുമ്പിടുന്നു, അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠകൾ അർപ്പിക്കുന്നു. അറബികളാണ്, നിങ്ങൾ ചെയ്യുമോ? അറബികൾ ചെയ്യുന്ന കാര്യത്തിൽ ആരെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതല്ല നമുക്ക് മാതൃക. നമ്മുടെ മാതൃക അല്ലാഹും റസൂലുമാണ്. നിങ്ങൾ അതാണ് ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ്, ഇല്ലെങ്കിൽ വേണ്ട. അല്ലാഹ് കൊടുന്നുമില്ല, അത് അല്ലാഹ് പറഞ്ഞ വാക്ക്. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖ് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ ഖുൽ അല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു ചോദ്യം, വല്ലാത്ത ചോദ്യമാണിത്. നബി ചോദിക്കവരോട്, ഈ ന്യായം പറഞ്ഞ് മുടന്തൻ ന്യായം പറഞ്ഞ് നടക്കുന്നവരോട് ചോദിക്ക്, നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ റിസ്ക് ആരിറക്കിയതാണ്? നിങ്ങൾക്കിത് ഹലാലും ഹറാമും ആക്കാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? ഖുൽ, ചോദിക്കൂ നബിയെ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖ് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. ഖുർആൻ ഇറക്കി, ആയത്തിറക്കി, ഹദീസ് ഇറക്കി നമ്മുടെ മുന്നിൽ അല്ലാഹ് പഠിപ്പിച്ചിട്ടാണ്, നിങ്ങൾക്ക് നാം ഇറക്കി തന്ന റിസ്ക് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. നിങ്ങളത് ഹറാമാക്കുന്നു, ഹലാലാക്കുന്നു, നിങ്ങളുടെ ഇഷ്ടം. ഇത് ഹലാൽ കുഴപ്പമില്ലടേ. കോഴി ഇറച്ചി കട നോക്കുമ്പം ഗുണശേണായിയുടെ ഹോട്ടൽ, കോഴി സവീറിന്റെ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അറക്കാൻ നിൽക്കുന്നവൻ ആരാ? പേരെന്താ? അല്ല ഉണ്ട്, ഇസ്മോ മുസ്ലിമോ അല്ലാന്നോ? നമ്മൾ മേടിച്ചല്ല. ചിക്കൻ റോസ്റ്റ് കൊണ്ടുപോവാ, ചിക്കൻ ചില്ലി കൊണ്ടുപോവാ, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ പറപ്പിച്ചത്, ചിക്കൻ ഞെളിഞ്ഞത് വരട്ടെ. ആരറുത്തു, എവിടെ നിന്ന് വന്നു, ഹലാലോ ഹറാമോ? അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. അല്ലാഹു ആണോ നിങ്ങൾക്ക് ഇത് ഹലാലാക്കിയത്, അതല്ല നിങ്ങളാണോ ഹലാലാക്കിയത്? അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ഒരിക്കലും പഴിചാരരുത്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റനുസരിച്ച് നിങ്ങൾ സ്വമേധയാ നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് അള്ളാന്റെ മേൽ നിങ്ങൾ പഴിചാരരുത് കേട്ടോ. എടേ, ഇതൊക്കെ അള്ള പുറത്തരൂടെ, ഇതൊക്കെ അള്ള പുറത്തരുടെ. ഔസേപ്പിന്റെ കല്യാണത്തെ പോയി തിന്നിട്ട് അള്ള പുറത്തരുടെ, അള്ള പുറത്തരുടെ. നമ്മളങ്ങ് മസല. ക്രിസ്മസ് അവന്റെ വീട്ടിൽ പോയിട്ട് എല്ലാം പൂജിച്ച് കൊണ്ടുവന്ന് കേച്ച് തിന്നിട്ട് അള്ള പുറത്തരുടെ. അവിടെ നിന്നൊരു അരവണ പായസം എല്ലാം കൊണ്ടുവന്ന് നമ്മൾ നക്കി കുടിച്ചിട്ട്, മത സ്വാതന്ത്ര്യമല്ലേ, ഇതൊക്കെ മതേതരത്തല്ലേ? ഇച്ചിരി അരവണ പായസം കുടിച്ചെന്നും പറഞ്ഞ എന്തോ അങ്ങ് കാഫറായി പോവോ? ചിന്തിക്കുന്നത് നമ്മൾ ഈമാന്റെ വിഷയമാണ്. ഇതെല്ലാം ഈമാന്റെ വിഷയമാണ്. പൊങ്കാല അടിച്ചിട്ട് നല്ല സൂപ്പർ, ഇവിടെ നമ്മുടെ വലിയ വള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചുണ്ടാക്കിയ പായസമാണ്. അത് ഇച്ചിരി കുടിക്കുന്നതിന് എന്താ കുഴപ്പം? മനുഷ്യൻ ചിന്തിച്ചു പോകുന്നതാണ് നോക്കുമ്പോൾ. പക്ഷെ ആർക്ക് വേണ്ടിയാണ് അത് സമർപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്? അതുകൊണ്ട് ഉളുഹിയ അള്ളാഹ്ക്കുള്ളതാണ്. ഉളുഹിയ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഉളുഹിയ, അത് നമ്മൾ ഇബാദത്താണ്. അതൊരു മുഅ്മിനിന് തന്നെ ആയിരിക്കണം അതിന്റെ ഓഹരി എന്ന് ഉലമാക്കൾ പറയുന്നതിന് കാരണം അതാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത്രയും ഗൗരവമാണ് നമ്മുടെ ഇബാദത്തുകൾ. ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ചോദ്യം, നിങ്ങൾക്ക് അതിന് മറുപടി നിങ്ങൾ കണ്ടതേ. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖ് ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. നിങ്ങളാണോ ഇത് ഹലാലും ഹറാമാക്കുന്നത്? ഞാനിത് ഹലാൽ ഹറാമാക്കി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്ത്. ഹലാൽ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, ഹറാം എന്താണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാഹ് അറിയിച്ചു തന്നിട്ടുണ്ട്. വബൈനഹുമാ മുസ്തബിഹാത്ത്. ഇത് രണ്ടിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സംശയമുള്ള വസ്തുക്കളുണ്ട്. ഇത് ഹലാലാണോ
ഇത് ഹറാമാണോ എന്നൊരു സംശയം. അതാണ് ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ, ഈ പറയപ്പെട്ട പായസങ്ങളും ഈ പറയപ്പെട്ട സാധനങ്ങളും ഈ പറയപ്പെട്ട ഫ്രൂട്ട്സുകൾ, കേക്കുകൾ, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഈ സമയങ്ങളിൽ ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന ആൾ കൊണ്ടുവന്നത്, ഇതൊക്കെ നമുക്കൊരു എന്താ ശരിയോ ഇല്ലയോ? പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ ഒരാൾ കുറേ ഭക്ഷണം തന്നു, അത് വാങ്ങി. അയൽപക്കത്ത് നിന്ന് മറ്റൊരാൾ ഭക്ഷണം കൊടുത്തു, വാങ്ങാം, അത് നമ്മുടെ ഒരു മാന്യതയാണ്, വാങ്ങാം. പക്ഷെ അത് കഴിക്കണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഈമാനികപരമായിട്ട് നിങ്ങളായിട്ട് സ്വന്തം ഒരു ഗവേഷണം നടത്തണം. വബൈനഹുമാ മുസ്തബിഹാത്ത്. ഇപ്പോൾ ഒരു ടെൻഷൻ, ഇത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഇത് ഹലാലോ ഹറാമോ. ഫമൻ തറക ശുബ്ഹാത്ത്. ആരെങ്കിലും ഇനി ഇങ്ങനെ ഒരു സംശയം ഉണ്ടായ ഒരു വസ്തുക്കൾ അവൻ ഉപേക്ഷിച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെയും അവന്റെ ശരീരത്തെയും ഹറാമിൽ നിന്ന് സംരക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. വമൻ വഖഅ ഫി ശുബ്ഹാത്തി വഖഅ ഫിൽ ഹറാം. ഇനി ഇത് സംശയാസ്പദമായ ഒരു ഭക്ഷണമാണ്, കഴിക്കണോ വേണ്ടായോ? ഇല്ല, കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞ പോലെ കഴിയടെ, വിസ്മില്ല മതിയടെ, അൽഹംദുലില്ലാ ചൊല്ലി ദുആ ഇരുന്നാ മതിയടെ എന്നും പറഞ്ഞിട്ട് സംശയമുള്ള വസ്തുക്കൾ നമ്മൾ കഴിച്ചാൽ വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ വീണുപോയി, ഹറാമിന്റെ ഭക്ഷണം തിന്ന്. സംശയം നമ്മൾ കഴിക്കരുത്. സംശയം ശരിയോ അല്ല, എന്താ ഇപ്പൊ ഇത്തിരി ഒരു പീസ് ചില്ലി ചിക്കൻ തിന്നില്ലെങ്കിൽ എന്താ മരിച്ചു പോവോ? ഇത്തിരി പായസം കുടിച്ചില്ലെങ്കിൽ എന്താ മരിച്ചു പോവോ? ഒരു കോഴിക്കാല് തിന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ തീർന്നു പോവോ നിങ്ങളുടെ കാര്യം? അതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ വയറ്റിനകത്തേക്ക് നമ്മൾ ഹലാലായ ഭക്ഷണം ഇറക്കി വിടുന്നതല്ലേ ഏറ്റവും നല്ലത്. ഈ ഹറാമായ ഭക്ഷണം നമ്മൾ വയറ്റി കയറ്റിയിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് ഈ ദുആയ്ക്ക് ഇജാബത്തില്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതല്ല അതിൻ്റെ അർത്ഥം, ചിന്തിക്കും. അതിനേക്കാളും നല്ലത് ഈ സംശയമുള്ള എവിടുന്ന് ആളിയാ, എങ്ങനെ ആളിയാ, ഇതേത് കടയാളിയാ, നമുക്ക് വലിയ എന്തോ ഒരു വിശ്വാസം കുറവ് പോലെ, വേണ്ട ഹൈർ, ഒരു കാര്യം ചെയ്, ഇറച്ചി വേണ്ട, വെജിറ്റബിൾ വാ, മീൻ കൊണ്ടുപോവാ, സാമ്പാർ കൂട്ടി തിന്ന്, തൈരും കൂട്ടി തിന്ന്, എന്താ ഭക്ഷണം ഇറങ്ങൂലേ? വെജിറ്റബിൾ കുറുമ ഉണ്ടല്ലോ, 2 ചപ്പാത്തിയുടെ കൂടെ, അത് തിന്ന്, ഇറങ്ങൂലേ? ഈ സംശയമുള്ളത് വിട്. നിനക്ക് സംശയമുള്ളത് വിട്ടിട്ട് സംശയമില്ലാത്ത എടുക്ക്. അതാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തില്ല, ഞാനതേ പറയുന്നുള്ളൂ. നമസ്കരിക്കുന്നത് വെറുതെയാവും. ഈ നമസ്കാരത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രങ്ങളും താമസിക്കുന്ന വീടുകളും യാത്ര ചെയ്യുന്ന വാഹനങ്ങളുമെല്ലാം ഹലാലായിരിക്കണം. ഇത് എൻ്റെ വാക്കല്ല, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്കാണ്. പിന്നെ നിങ്ങൾക്ക് വല്ല മസല ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി ഉസ്താദ്മാരടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോളി. ഞാൻ മസല പറഞ്ഞ് ഹലാലാക്കി തരൂല, എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഏതെങ്കിലും ഉസ്താദ്മാരെ ഏതെങ്കിലും വഴിയിലൂടെ മസലകൾ പറഞ്ഞിട്ട് ഇത് ഹലാലാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങളായിക്കോ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ ഉസ്താദിനെ നിങ്ങൾ പിടിച്ചോണം, എന്നെ പിടിക്കരുത്. ഞാൻ വിട്ടല്ല, എനിക്കതിനെക്കുറിച്ച് മസല പറയാനുള്ള കഴിവോ കപ്പാസിറ്റിയോ ഒന്നും എനിക്കില്ല. ആരെങ്കിലും അതിനങ്ങനെ മസല പറയുന്നെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ബുദ്ധി പോലെ നിങ്ങൾ ചെയ്തോളി, എനിക്കതേ പറയാനുള്ളൂ. ഇത് ഖുർആനും ഹദീസും വെച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് ഞാൻ പറയുന്നത്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടണം, അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ഹലാലല്ലാത്ത ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അസാബ ബനി ഇസ്രായീല ഖഹ്തുൻ വബലാഉൻ. ഇസ്രായേലികളിൽ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര പരീക്ഷണം, അവർക്ക് വല്ലാത്ത പരീക്ഷണം, വെള്ളമില്ല, ഒന്നുമില്ല, വല്ലാത്ത ബുദ്ധിമുട്ട്, വല്ലാത്ത പ്രയാസം. അപ്പൊ അവിടുത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകൻ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി, വാ നമുക്കെല്ലാവർക്കും പോകാം, ദുആ ചെയ്യാം, വലിയ മൈതാനത്തിൽ പോയി അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം, എല്ലാവരും വരീൻ. അവര് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി തിരിച്ചു പോയി. ആ അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയോട്, ആ നബിമാരിൽപ്പെട്ട ഒരു നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, അൻഅഖ്ബിറഹും, ഈ ഇസ്രായേലികളോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ അനുയായികളോട് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. തഖ്റുജൂന ഇല സഈദ്, നിങ്ങൾ ഈ മൈതാനത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും പോകുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്, പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്, ജുമാ നിസ്കരിക്കാൻ വരുന്നുണ്ട്.
ബിഅബ്ദാനിൻ നജിസത്തിൻ, നജീസായ ശരീരവുമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. നമ്മൾ കുളിച്ച് ഒരുങ്ങി അവിടെ 2 സ്പ്രേ, ഇവിടെ 2 സ്പ്രേ, 2 ഊത്, അവിടെ താടിയിൽ എല്ലായിടത്തൊക്കെ പറ്റി, ക്രീമൊക്കെ പറ്റി, നല്ല ഉടുപ്പ്, നല്ല മുണ്ട് എല്ലാം ഇട്ടിട്ട് വരുക പള്ളിയിൽ. ഉള്ളിൽ വല്ല വൃത്തിയാക്കിയ ഔട്ട്പുട്ട് ഓക്കെ. ഇൻപുട്ടിൽ മറ്റേ കിടക്ക, ഇന്നലെ മറ്റേ അടിച്ചു മാറ്റിയ സാധനം തിന്നിട്ട് കിടക്കാണ്. ഇവിടെ ഈ സൈഡിൽ വന്ന് കിടപ്പുണ്ട്. പുറം എല്ലാം അടിച്ച് നല്ല അത്രയൊക്കെ പൂശി പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദുആ എടുക്കാൻ വേണ്ടി വരികയാണ്, ജുമാ നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. അള്ളാഹ് പറയാണ് അമ്പിയാക്കളോട്, അവരോട് പറ, അവരാ പോകുന്നത് ബിഅബ്ദാനിൻ നജിസത്തിൻ, നജീസായ ശരീരവുമായിട്ടാണ് അവർ പോകുന്നത്. ബിഐദിൻ ഖദ് സഫക്തും ബിഹദ്ദിമാ, എത്രയെത്ര മനുഷ്യരെ കൊന്ന കൈകളുമായി, കറുത്ത കരങ്ങളുമായിട്ടാണ് അവർ ദുആ ചെയ്യാൻ പോകുന്നത്. വമലഅതും ബുതൂനഹും മിൻ ഹറാം, അവരുടെ വയറ് മുഴുവനും ഹറാമിന്റെ ഭക്ഷണം തിന്ന് നിറച്ച് അമ്പക്കം വിട്ടിട്ടാണ് അവർ പോകുന്നത്. അൽആൻ ഖദ് ഇസ്തദ്ദ അലൈക്കും ഗളബി വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദാ, ഈ സമയത്ത് നിങ്ങളുടെ ഒരു ദുആയി ഞാൻ സ്വീകരിക്കയില്ല. എന്നിൽ നിന്ന് നിങ്ങൾ വളരെ വിദൂരത്തിലാണ്. നിങ്ങൾ ഇനി എത്ര പോയി ആ മരുഭൂമിയിൽ കിടന്ന് നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞാലും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലും ആ ദുആയോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കണ്ണുനീരോട് എനിക്കൊരു ദയയും ഉണ്ടാവുകയില്ല. കാരണം നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാണ്. ഹദീസ സ്വീകരിക്കുവോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? ജുമാ വേറെ പള്ളിയിൽ പോകും, ഇനി എവിടെ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയും. എവിടം വരെ ഓടും? മക്ബറ വരെ ഓടും. മക്ബറ മുതൽ ചിന്തിക്കും അവിടെ തന്നെ പോയാൽ മതിയായിരുന്നു. അന്നേരം ആദ്യം ചോദിക്കാൻ വേണ്ടി ഖബർ വിളിച്ചു പറയും. ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും നമ്മുടെ ഈ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, 5 വാക്ക് വിളിച്ചു പറയും. 5 കാര്യം വിളിച്ചു പറയും. ആരെങ്കിലും കേൾക്കുന്നുണ്ടാ? കുഴിവെട്ടി ബഷീറാക്ക പോലും കേൾക്കൂല. ആരും കേൾക്കും? 5 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ മിൻ യൗമിൻ ഫിൽ അർളി ഇല്ലാ, എല്ലാ ദിവസവും ബിഖംസി കലിമാത്ത്, എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഇല്ലാതെ ഓരോ ഖബറുകൾ വിളിച്ചു പറയും. അത്രേ 5 കാര്യങ്ങൾ വിളിച്ചു പറയും. 5 കാര്യത്തിൽ 4 അവിടെ ഇരിക്കട്ടെ. അതിൽ 5ാമത്തെ കാര്യം എന്തെന്നറിയോ? യബ്നാദം, ആദമിന്റെ മോനെ, തഅകുലുൽ ഹറാമ അലാ ലഹിരി വസയഅകുലു കദ്ദൂദു ഫീ ബത്നി. ആദമിന്റെ മോനെ, നീ എന്റെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് ഹറാമിന്റെ ഭക്ഷണം കഴിക്കുന്നു ഇല്ലേ? നീ വാ, എന്റെ ഉള്ളിലേക്ക് വാ. എന്റെ ഉള്ളിൽ നിന്നെ തിന്നാൻ പുഴുക്കളും പഴുതാരകളും പാമ്പുകളും ഒക്കെ റെഡിയായിട്ടിരിപ്പുണ്ട്, പെട്ടെന്ന് വാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അർഹമു മാ യകൂനുൽ മൗല ജല്ല ജലാലുഹു ഇദാ ദഖല ഖബ്റഹു. അള്ളാഹു ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ കരുണ ചൊരിയേണ്ട സമയം എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോഴൊന്നുമല്ല, ഒരു മനുഷ്യൻ ഖബറിനകത്തേക്ക് പോകുമ്പോഴാണ്. ആരും പിന്നെ ഉണ്ടാവില്ല. എല്ലാരും അവിടം വരെ വരും, കുറച്ച് വെള്ളം ഒഴിച്ച് യാസീൻ ഓതി ദുആയു ആയിരുന്നു, അവിടുന്ന് സലാം മഅസ്സലാം യാ അല്ലാഹ് പോകട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. പിന്നെ അവിടെ മുതൽ നിന്റെ സ്കാനിങ് തുടങ്ങാണ്, നിന്റെ ഇന്റർവ്യൂ തുടങ്ങാണ്. അങ്ങനെ ആ മയ്യത്ത് അങ്ങനെ ആംബുലൻസിലേക്ക് നമ്മുടെ പള്ളിയുടെ കാമ്പൗണ്ടിലേക്ക് കയറുമ്പോ നിന്റെ ഖബർ എവിടാണോ ആ ഖബർ വിളിച്ചു പറയുന്നത് നിനക്ക് കേൾക്കാം, മറ്റൊരാൾക്കും കേൾക്കാൻ പറ്റൂല. നിനക്ക് വിളിച്ചു പറയുന്നത് കേൾക്കാം. യബ്ന ആദം, ആദമിന്റെ മോനെ വാ, തഅകുലുൽ ഹറാമ അലാ ലഹിരി, എന്റെ മുകളിലൂടെ നീ സഞ്ചരിച്ച് നടന്നിട്ട് ഹറാമ് തിന്ന് നീ നടന്നു. വസയഅകുലു കദ്ദൂദ് ഫീ ബത്നി, ഇന്ന് എന്റെ ഉള്ളിലേക്ക് വാ, നിന്നെ തിന്നാൻ ഇങ്ങനെ റെഡിയായിരിക്കാണ് ഉദരജീവികൾ. ആര് മറുപടി പറയും? ആരിത് വിശ്വസിക്കും? ആരിത് ഉൾക്കൊള്ളും? ഇതാണ് ഈമാൻ ഉണ്ടെങ്കിലേ മക്കളെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈമാൻ ഇല്ലാത്തവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൊണ്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്.
ഈമാനുള്ളവരൊക്കെ ഇത് വിശ്വാസമുള്ളൂ. ഈമാൻ ഇല്ലാത്തവർ നമസ്കരിച്ചിട്ടും കാര്യമില്ല, ഈമാൻ ഇല്ലാത്തവർ ജുമാ നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഈമാനുള്ളവനോടുള്ള ചർച്ചയുള്ളൂ നമ്മുടെ ചർച്ച. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വിളിക്കുന്നത് സത്യം വിശ്വസിച്ചവരെ, സത്യത്തെ അംഗീകരിച്ചവരെ, സത്യത്തെ ഉൾക്കൊള്ളുന്നവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇസ്രായേലികളുടെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്താണ് നിങ്ങൾ എവിടെ പോകണം ദുആർക്കാൻ, നിങ്ങൾ എന്തിനു നിസ്കരിക്കാൻ പോണത്, നിങ്ങൾ എന്തിനു പോകണം, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന ഹറാമല്ലേ, നിങ്ങൾ പിന്നെ ആരോട് ദുആ ചെയ്യാനാ പോകുന്നത്? എങ്ങനെ അല്ലാഹ് സ്വീകരിക്കും? നിങ്ങൾ പറയും, എങ്ങനെ അല്ലാഹ് സ്വീകരിക്കും? പറയും. സൂക്ഷിക്കണം. നമ്മൾ ആഖിറത്തിൻ്റെക്കുള്ള യാത്രയുള്ളവരാണ്, ആഖിറുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മൾ സൂക്ഷിക്കാത്തിടത്തോളം നമുക്കെന്ത് പറയാനാണ്? മൻ സറഹു അയ്യൽഖല്ലാഹ, മൻ സറഹു അയ്യൽഖല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടി നല്ല രീതിയിൽ ആർക്കെങ്കിലും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും അല്ലാഹയെ കണ്ടുമുട്ടുന്നതിൽ കൂടി മൻ സറഹു അയ്യസ്തജീബല്ലാഹു ദഅവതഹു, നിങ്ങളുടെ ആരുടെയെങ്കിലും ദുആ സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ കൈകെട്ടി ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ്സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമ. ഓ, ആ പറഞ്ഞ വാക്കുണ്ടോ? ഹനീഫൻ മുസ്ലിമ, 24 കാരറ്റ് മുസ്ലിമായിട്ട് ഋജു മാനസികനായി നിന്റെ ദർബാറിൽ ഞാൻ കൈകെട്ടി നിൽക്കാ പടച്ചവനെ. ലോട്ടറി പോക്കറ്റ് വെച്ചോണ്ടാണ് ഇവൻ ദുആ ചെയ്യുന്നത്. ഹനീഫൻ മുസ്ലിമാൻ, 10 കോടിയുടെ ലോട്ടറി കയ്യിരിപ്പുണ്ട്, പോക്കറ്റ് ഇരിപ്പുണ്ട്, ഇത് വെച്ചിട്ട് ദുആ എടുക്കുന്നത്. ഹനീഫൻ മുസ്ലിമ, കൃത്യമായി 24 കാരറ്റ് മുസ്ലിമായിട്ട് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുകയാണ് പടച്ചവനെ. എന്നിട്ട് അള്ളാഹോട് കൊള്ളാൻ പറയുന്നത്, അള്ളാഹുമായിട്ടുള്ള വഅദയാണ്. ഹറാമ് തിന്നിട്ട് നമ്മൾ അള്ളാഹടുത്ത് പറയുന്ന വാക്കാണ്, ഞാൻ പ്യുവർ മുസ്ലിമാണ് റബ്ബേ, ഒരു ഹറാമ് ഞാൻ തിന്നുന്നില്ല റബ്ബേ, ഒരു ഹറാമ് ഞാൻ സമ്പാദിക്കുന്നില്ല റബ്ബേ, ഒരു ഹറാമുമായ സമ്പത്തുമായി എനിക്ക് യാതൊരു ബന്ധമില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ വന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അള്ളാഹയെ സന്തോഷത്തോടെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടോ, ഫൽ യുത്ഇം, നിങ്ങൾ കഴിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതും അത് ഹലാലായതിൽ കൊണ്ട് മാത്രമാകണേ. ഫൽ യുതിബ് തുഅമതഹു, അവന്റെ ഭക്ഷണം അവൻ ഹലാലാക്കിക്കൊള്ളട്ടെ. സന്തോഷമായിട്ട് അള്ളാഹെ കാണുന്ന ആഗ്രഹമുണ്ടോ? ഭക്ഷണം ഹലാലാക്കിക്കൊള്ളട്ടെ. ഇത്രയ്ക്ക് പച്ചയ്ക്ക് അള്ളാഹു റസൂലും പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതിങ്ങനെയാടെ, അതങ്ങനെയാടെ, ഇതെങ്ങനെയാടെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ദുആയാണ് നഷ്ടപ്പെട്ടാൻ പോകുന്നത്, നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞു, യഅതി അലന്നാസി സമൻ, ജനങ്ങളോട് പറയും, യഅതി അലന്നാസി സമൻ, ഒരു കാലം വരും എൻ്റെ സമുദായത്തിന്റെ മേൽ. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഉറങ്ങുന്നവരൊക്കെ അടുത്തിരിക്കുന്നവർ തട്ടി വിളിച്ചുണത്ത്. നല്ലത് പറയുമ്പോൾ ശൈത്താൻ വന്ന് ഉറക്കും, ഉറപ്പാണത്. ജുമാ കഴിഞ്ഞാൽ രാത്രി 12 മണിയായാലും നമ്മൾ ഉറങ്ങൂല. വല്ലാഹി സത്യം ഉറങ്ങൂല, കണ്ണടയൂല. ജുമാ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, ഉറങ്ങൂല. കാരണം തന്നെ രാത്രി അങ്ങോട്ട് ചേട്ടാ അവിടെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിരിക്കുമ്പോൾ ചൈത്താനി ആറാമോലൊക്കെ ഇങ്ങനെ പറയുമ്പം ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അളിയാന്ന് പറഞ്ഞാൽ അവൻ നമ്മൾ ഉറക്കിക്കും. സംഭവം ശരി തന്നെയാണ്. ഇതിനാണ് കൈലൂലത്ത് സുന്നത്താക്കിയത്. കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ളുഹറിന് മുമ്പുള്ള ഉറക്ക് സുന്നത്താണ്. 1 മണിക്കൂർ ഉറങ്ങണം. കൈലൂലത്ത് എന്നാണ് അതിന് പറയുക. അപ്പൊ എന്താണെന്നറിയോ, ലോഹർ നിസ്കരിക്കാൻ റാഹത്ത് കിട്ടും, ജുമാ നിസ്കരിക്കാൻ റാഹത്ത് കിട്ടും, ബാക്കിയുള്ള ഇബാദത്തുകൾക്കൊക്കെ ഒരു നശാത്ത് കിട്ടും. നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് വരണം. ഇവിടെ വന്നിരുന്ന് ദീൻ കേൾക്കണം. പിന്നെ ദീൻ കേൾക്കാതെ ഇവിടെ വന്നിരുന്ന് എളുപ്പം എന്നുള്ള ഉടായ്പിൽ പോയിട്ട് ജുമാ നടത്തി പോകണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് റാഹത്തായിട്ട് ഉറങ്ങാതെ പെട്ടെന്ന് നടത്തി. ഒന്നും കേട്ടിട്ടുമില്ല. അള്ളാഹ് ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല, നീ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഉടച്ചവനെ നിനക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോളി, കയ്യും കെട്ടിക്ക് നിന്ന് തൊട്ട് നാളെ. ട്രാൻസ്ഫോമറിൽ കണ്ടില്ല ഇങ്ങനെ ഒരാളിരിക്കുന്നത്, അപകടം, ഡേഞ്ചർ. അതേപോലെ കയ്യും കെട്ടിട്ട് ഡേഞ്ചർ, ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല, നീ ഒന്നും പറഞ്ഞിട്ടുമില്ല. ജുമാ ഞാൻ ബാങ്ക് വിളിച്ച ഉടനെ അമർക്കസി പോയി സ്കരിച്ചിട്ട് റാഹത്തായിട്ട് പെട്ടെന്ന് ഒരു ടെൻഷൻ, എനിക്കൊരു ടെൻഷനേ ഇല്ലായിരുന്നു.
ഒരു ടെൻഷനില്ല. ടെൻഷൻ മൊത്തം ആ മണക്കാട് പള്ളിയിൽ പോയപ്പോഴാണ് എനിക്ക് ടെൻഷൻ കയറിയത്. എനിക്ക് BP ഒരു അസുഖവും ഇല്ലായിരുന്നു. അവിടെ പോടുമ്പോൾ BP കൂടിയതാണ്. ഇത് BP വിഷയമല്ല, ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. നമ്മളിത് പരിഹാരം കാണണം. പരിഹാരം കാണാതെ മരിച്ചുപോയത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓതിയ ആയത്ത ആലിമീങ്ങളോട് ചോദിക്കും അല്ലാഹ്, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത് ലബീസ മാ കാനൂ യസ്നഊൻ. ഈ ഹറാമ് തിന്നിട്ട് ഇവർ ജീവിക്കുമ്പോൾ ഈ ആലിമീങ്ങൾ എന്താ പറയാത്തെന്ന് ഞങ്ങളടുത്ത് ചോദിച്ചാൽ ഞങ്ങളെന്താ പറയും? നിങ്ങൾ നേരെ ഇങ്ങോട്ട് ചൂണ്ടും. ഇതൊക്കെ കാരണക്കാർ അയാളെ, ഞങ്ങളല്ല അല്ലാഹ്, ഞങ്ങളല്ല അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉറങ്ങല്ല ഉണരാൻ പറഞ്ഞത് അതാണ്. ഇൻതബിഹ് 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 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ജാഗ്രതയായിട്ട് ഉണർന്നിരിക്കെ. അല്പം മയക്കം മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. റോഡിലൊക്കെ പോകുമ്പോൾ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞാൽ മതി, തർഫത്ത് ഐൻ. പക്ഷെ പോയി വീഴുന്ന എവിടെയായിരിക്കും? അതേപോലെ നമ്മൾ ഈ മെയിൻ പോയിന്റ് പറയുമ്പോൾ അല്പം ഉറക്കമുണ്ടല്ലോ, ആ ഭാഗം ഞാൻ കേട്ടില്ല അളിയ, ബാക്കിയെല്ലാം ഫ്രണ്ടും ബാക്കും അത് കേട്ടില്ല അളിയ എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യമല്ല. നമ്മൾ എത്ര ഇബാദത്ത് എടുക്കലോ, നമ്മുടെ ദുആകൾ സ്വീകരിക്കലോ, നമ്മുടെ ദുആകൾക്ക് അംഗീകാരം വേണമെങ്കിൽ നമ്മളിത് പറയുന്നത് കേൾക്കണം. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, ഇത് അള്ളാഹും അവൻ്റെ റസൂലും പറയുന്ന വാക്കാണ്. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ്റെ ഭക്ഷണം അവൻ നന്നാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, എൻ്റെ ഉമ്മത്തികളുടെ മേലൊരു കാലം വരും, യഅതി അലൻ നാസി സമൻ ലാ യുബാലി മാ അഖദ മിനൽ ഹറാമി മാ അഖദ അം മിനൽ ഹറാം അം മിനൽ ഹലാൽ. ഹറാമ് തിന്നുന്നതിനും സമ്പാദിക്കുന്നതിനും എടുക്കുന്നതിനൊന്നും അവന് ഒരു ടെൻഷൻ ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു കാലം എൻ്റെ സമൂഹത്തിന്റെ മേൽ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ആള് വണ്ടി കച്ചവടം ചെയ്തിട്ട് 75,000 രൂപ, 25,000 50,000 രൂപ ഞാൻ CC ഇട്ട് തരാം, ഞാൻ തന്നെ CC ഇട്ട് തരാം, ഞാൻ CC ഇട്ട് തരാം, ഞാൻ CC ഇട്ട് തരാം. 5 നേരം നിസ്കരിക്കുന്ന ആളാ, ഞാൻ CC ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഫൈനാൻസിൽ ഒപ്പിട്ട് കൊടുത്ത എൻ്റെ പൊന്നു മോനെ, നീ റബ്ബിൻ്റെ കോടതിയിൽ 50,000 രൂപയ്ക്ക് മറുപടി പറയണം. അങ്ങനെ എത്ര വണ്ടി നീ നിന്റെ വകയായിട്ട് ഇട്ട് കൊടുക്കുന്നു, അതിനൊക്കെ നീ മറുപടി പറയണം. വകാതിബഹു ലഅനല്ലാഹു റിബ, റിബ ലഅനല്ലാഹു റിബ, പലിശ അല്ലാഹ് ശപിച്ചു. വകാതിബഹു, എഴുതുന്നവർ, തിന്നണ്ട, എഴുതുന്നവർ. നിനക്ക് 2.5% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എഴുതിയാൽ മതി, നീ നാളെ അള്ളാന്റെ കോടതിയിൽ സമാനം പറയണം. തിന്നണ്ട, ഈ തിന്നണ്ട, എഴുതിയാൽ മതി. ഷാഹിദഹു, സാറേ നമ്മുടെ ഒരു സുഹൃത്താണ്, ഇവനെ പൊക്കി ബാങ്കിൽ കൊണ്ടുപോകും, നമ്മുടെ ഒരു സുഹൃത്താണ്, ഇത്തിരി പൈസ ലോൺ കൊടുക്കണം, ഒരു 50,000 രൂപ, ഞാൻ സാക്ഷിയാണ്. കാക്ക പറഞ്ഞ നമ്മൾ കൊടുക്കാം കാക്ക. ഷാഹിദഹു, ഇവൻ സാക്ഷി, ഇവൻ സാക്ഷി, ഇവൻ ജസ്റ്റ് ഒന്ന് പോയി എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ശരി കൊടുത്തേക്കാന്ന് പറഞ്ഞ് തീർന്ന്. എന്നിട്ട് പിന്നെ നീ ബാങ്കിൽ നിന്ന് ഞാൻ പള്ളി കാണാം കേട്ടോ, ലോറിസ്കരിച്ച് അവിടെ നിൽക്കാം, ഞാൻ അവിടെ വന്നാൽ മതി, നമുക്ക് അവിടെ നിന്ന് മണക്കാട്ട് പള്ളിയിൽ ലോറിസ്കരിച്ചിട്ട് പോയി തിന്നാം, ചാപ്പാടിക്കാം. ലോറിസ്കരിക്കാന്ന് ഇങ്ങോട്ടൊന്നും വരണ്ട. അവിടെ പോയിട്ട് കൂട്ടി നിന്നിട്ട് പലിശയ്ക്ക് കൂട്ടി നിന്നിട്ട് ഇവിടെ വന്ന് ലോറിസ്കരിച്ചിട്ട് എന്താ കാര്യം? പല കാര്യമുണ്ടോ? ഉണ്ടോ? ഖുർആനും ഹദീസും വെച്ച് നോക്കിയിട്ട് വലിയ കാര്യം അതിനകത്ത് ഞാൻ കാണുന്നില്ല. പിന്നെ അല്ലാഹു ആലം, ബാക്കിയൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ആയത്തും ഹദീസും പഠിച്ചിട്ട് പറഞ്ഞ വാക്കാണ്, ബാക്കിയുള്ള കാര്യം നമുക്കറിയില്ല. വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കോളി, പിന്നെ എന്തിനാ നിസ്കരിക്കാൻ പോണത്? ഇതൊക്കെ നമ്മൾ ബിസ്മില്ലാ ലോട്ടറി, എന്ത് നല്ല പേരില്ലേ, ബിസ്മില്ലാ ലോട്ടറിയാണ്. ബിസ്മില്ല അള്ളാന്റെ നാമം കൊണ്ടുള്ള ലോട്ടറിയാണ്. ബിസ്മി ഓതി എടുത്തോണം, ഒന്നു എടുത്തിട്ടേ എടുക്കാവൂ, ചിലപ്പോൾ അഴിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി കൂടി വേണം അതെടുക്കാൻ. പേര് കാണണം ബിസ്മില്ല എന്നാ, അള്ളാന്റെ നാമം ചൊല്ലി. താത്താമാര് തലയിൽ തുണിയിട്ടിട്ട് ലോട്ടറി കച്ചവടം, താത്താമാര് തലയിൽ തുണിയിട്ടിട്ട് ലോട്ടറി കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്. താത്താമാര് തലയിൽ തുണിയിട്ടിട്ട്, അള്ളാ പടച്ചവനെ റബ്ബേ, ഏതടിസ്ഥാനത്തിൽ? ഇന്നമൽ ഖംറു വൽ മൈസിർ, മൈസിർ എന്ന് പറയുന്നത് ഈ ചൂതാട്ടമാണ്. അതാണിത്, മൈസിർ എന്ന് പറയുന്നത് ഈ ചൂതാട്ടമാണ്. അതാണ് ഈ സാധനം. ഞാൻ 100 രൂപ കൊടുത്താൽ എനിക്കൊരു ഇന്നോവ കിട്ടും. എങ്ങനെ കിട്ടും? ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഉടനീളമുള്ളവർ 100 രൂപ കൊടുക്കണം, എനിക്കത് കിട്ടും, എനിക്കത് കിട്ടും. 100 രൂപയ്ക്ക് അവിടെ ഇന്നോവ കിട്ടും, 100 രൂപയ്ക്ക് അത് ഫ്ലാറ്റ് കിട്ടും. ചിന്തിച്ചോക്കി. അപ്പോൾ അത് ഗൾഫിൽ നടത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗൾഫിലല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗൾഫുകാർ മൊത്തവും ജൂതന്മാരെ പിൻപറ്റുന്ന ഒരു കാലം വരുമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുമോ? അറബികളെല്ലാം
അറബികളെല്ലാം ജൂതന്മാരെ പിൻപറ്റുന്ന ഒരു കാലം വരും. ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ. എന്റെ സമുദായത്തിൽപ്പെട്ടവർ ജൂതനസ്രാണികളെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് അംഗീകരിക്കുവോ? അത് സ്വീകരിക്കുവോ? അത് കണ്ടുകൊണ്ടിരിക്കല്ലേ? ജൂതന്മാരെങ്ങനെ നടക്കുന്നു അതേപോലെ മുസ്ലിം ഉമ്മത്ത് നടക്കുന്നു. വിദേശ രാജ്യത്ത് മദീന പട്ടണത്തിൽ പോലും നഊദു ബില്ലാഹ്. പിന്നെ അതിനപ്പുറത്ത് വേറെ എന്താ പറയാന്? ഇതാര് പറഞ്ഞ വാക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണത്. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ അംഗീകരിക്കുവോ? നിങ്ങൾ ഉൾക്കൊള്ളുവോ? പള്ളിയിൽ പോലും ബർമൂടയിട്ട് നമസ്കരിക്കാൻ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സമുദായം എത്തി. പോയി എവിടെത്താൻ? യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട് അവനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ന് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചിട്ട് ബർമൂട ഇട്ടിട്ട് നിക്കറിട്ടിട്ട് നമ്മൾ അള്ളാന്റെ മുന്നിൽ നമസ്കരിക്കാൻ വരുന്ന ഒരു ഗതികേടിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരുടെ സംസ്കാരാണിത്? ജൂതന്മാരുടെ സംസ്കാരമാണ്. അത് പിൻപറ്റും, അറബികൾ പിൻപറ്റുന്നു. ഖുർആൻ പറഞ്ഞ വാക്ക് അറബികൾ ഏറ്റവും വലിയ ശിർക്കും കുഫ്റും ചെയ്യുന്നവരാവുന്നു. ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കായത്. അപ്പൊ നിങ്ങൾ അത് ഉൾക്കൊള്ളുവോ? അതുകൊണ്ട് നമ്മുടെ മാതൃക അറബികളെ നിങ്ങൾ നോക്കരുത്, ഉസ്താദന്മാരെ നോക്കരുത്, പണ്ഡിതന്മാരെ നോക്കരുത്. നമ്മുടെ മാതൃക അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ നോക്കരുത്. ഞാൻ ഏറ്റവും വലിയ നിങ്ങളെക്കാളും വലിയ കുറ്റക്കാരനാണ്. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പറയുന്ന വാക്കുകൾ ഉള്ളുർ മഖാൽ വലാ തൻളുർ മൻ ഖാൽ. പറയുന്നത് എന്താന്ന് കേട്ടാൽ മതി, പറയുന്നത് ആരാണെന്ന് നോക്കണ്ട. പറയുന്ന വാക്കുകൾ അള്ളാഹിന്റെ റസൂലിന്റെ വാക്കുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഒരാൾക്ക് ആഖിറവുമായി അള്ളാഹുവുമായി ബന്ധമില്ലയോ, അതിലൊരു വിശ്വാസമില്ലയോ, ഫലാ യുബാലി മിൻ ഐന യഅഖുദു, അവൻ എവിടെ നിന്ന് എടുക്കുന്നു, വമിൻ ഐന യക്തസിബു, എവിടെ നിന്ന് അവൻ സമ്പാദിക്കുന്നു, വമിൻ ഐന അൻഫഖഹു, അവൻ എവിടെ നിന്ന് അവൻ ചെലവാക്കുന്നു. ഇതൊന്നും അവന് ടെൻഷൻ ഇല്ല, അവനൊന്നും അതിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടാവൂല. എങ്ങനെ കാശ് വരട്ടെ എന്നുള്ളതായിരിക്കും അവന്റെ ചിന്ത. കാരണം ആഖിറത്തെ വിശ്വാസം ഇല്ലാത്തവനാണെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സൂക്ഷിക്കണം. വെറുതെ പറയുന്ന കാര്യമല്ല. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കൂല. ഞാൻ ഉള്ള കാര്യം പറയണം, ദുആല് സ്വീകരിക്കൂല. നമ്മൾ എത്ര പടിയെടുത്ത് നിങ്ങൾ ഇബാദത്ത് എടുത്താലും ആ ദുആയ്ക്കും ആ ഖുർആൻ പാരായണത്തിനും ആ സദഖകൾക്കും ആ സ്വലാത്തുകൾക്കും ആ ഇസ്തിഗ്ഫാറുകൾക്കും അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്ക് ഒരു പരിപൂർണമായ സ്വീകാര്യത വേണമോ, ഈ ഹറാമ് ഭക്ഷിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ, ശൈത്താന്റെ പണി, ഇന്ന ശാബ, ഒരു ചെറുപ്പക്കാരൻ, ഇദാ തഅബ്ബദ, അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൈകെട്ടിയാൽ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ, ഖാല ശൈത്വാനു ലിഅവാനിഹി, പിശാച് അവന്റെ അനുയായികളോട് വിളിച്ചു പറയും, ഉൻദുറു മിൻ ഐന അത്അമഹു, ആ ഇടത് സൈഡ് തൂണിന്റെ സൈഡിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നീ ഒന്ന് പോയി പരിശോധിര്. അവൻ വലിയ ഹൗഫോട് കൂടി ആയിരിക്കും നിസ്കരിക്കുന്നത്. അവനെ ഒന്ന് പരിശോധിക്ക്. അവൻ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്ന് പരിശോധിക്കേ. എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നൊന്ന് പരിശോധിക്കുക. ഉദാഹരണം ഹദീസിൽ വന്നു, ഇന്നശാബ്, ഒരു ചെറുപ്പക്കാരൻ. അതേപോലെ ആരുമാകാം. ഒരാൾ നമസ്കരിക്കാൻ വരുമ്പോൾ ആ നമസ്കാരക്കാരനെ പിശാച് ഗവേഷണം നടത്തും, വിളിച്ചു ചോദിക്കും, പറയുന്നുണ്ട്. വലിയ ഇബ്ലീസ് വിളിച്ചു നോക്കി ശൈത്താനോട്, അതാണ്ട് ആ സൈഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സൈഡിൽ നിൽക്കുന്ന അവനോട് അവൻ ഭക്ഷണം കഴിച്ചത് എവിടെ നിന്നാണെന്ന് നോക്കാൻ പറയും. അതവൻ നോക്കുമ്പോൾ പിശാച് വന്ന് ഗവേഷണം സ്കാൻ ചെയ്ത് നോക്കാൻ പറയും, ഇത് ഹറാമായ ഹോട്ടലിൽ നിന്ന് ഹറാമായ ഭക്ഷണമാണ് അവൻ്റെ വയറ്റിൽ കിടക്കുന്നത്. ഇബ്ലീസ് പറയും, അവനെ ഇനി ഇടങ്ങേറാക്കണ്ട, അവൻ നിസ്കരിച്ചോട്ടെ, അടുത്ത പിടി, അടുത്ത രണ്ടാമത്തെ സഫിലാളിനെ പിടി, അടുത്ത സഫിലാളിനെ പിടി. എന്താ കാരണം? അവൻ ഇനി എത്ര തസവുഫോടെ നിസ്കരിച്ചാലും ഫായിദ ഇല്ല എന്ന് ഇബ്ലീസിന് മനസ്സിലായി. അടുത്ത ആളിനെ പിടി, അവനെ പരിശോധിക്കാൻ പറയും. ഉത്തുറുക്കുഹു, ഇബ്ലീസ് പറയും, അവനെ വിട്ടേരെ. ഉത്തുറുക്കുഹു, അവനെ വിട്ടേരെ. അവന്റെ നമസ്കാരവും കൊണ്ടൊന്നും അള്ളാന്റെ അടുക്കൽ യാതൊരു പുണ്യവും ഇല്ല. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാണ്. പിന്നെ നിസ്കരിച്ചിരുന്ന കാര്യം. അതുകൊണ്ട് അവനെ ടെൻഷൻ അടിപ്പിക്കണ്ട, അടുത്ത ആളിലേക്ക് വാ. ഇതാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഇബാദത്തുകൾ തെറ്റിക്കാൻ കാരണക്കാരൻ അവനാണ് ശൈത്താൻ. നമ്മുടെ മനസ്സിനെ തെറ്റിക്കും, കോൺസെൻട്രേഷനൊക്കെ മാറ്റിയെടുപ്പിക്കും, അള്ളാഹുട്ടുള്ള ബന്ധം നിർത്തിക്കളയും. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത്, അഹ്ലു സുഹത്ത് ഹറാമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് 2 കാര്യം. 1 അമല് സ്വീകരിക്കൂല, 2 ദുആ സ്വീകരിക്കൂല. അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോടൊന്ന് പറഞ്ഞില്ലേ, നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളൊക്കെ ഓരോരുത്തരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും.
ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു, അനസ് അത്തിബ് കസ്ബക് തുജബ് ദഅവതുക്. നീ നല്ലത് ഹലാലായത് സമ്പാദിച്ച് ഹലാലായത് തിന്ന് നിന്റെ ദുആ ഓട്ടോമാറ്റിക് അല്ലാഹ് സ്വീകരിക്കും. നീ പേടിക്കണ്ട. അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കൊടുത്ത ഒരേ ഒരു മറുപടി അതാണ്, നല്ലത് ഹലാല് തിന്ന് ഹലാല് സമ്പാദിക്ക്, എന്നിട്ട് നീ ഇബാദത്തെ ദുആ ചെയ്യ്, നിന്റെ ദുആ സ്വീകരിക്കും. ഉറപ്പാണ്. നബി തങ്ങളുടെ വാക്കാണ്, റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. പരിശ്രമിക്ക് ഇൻഷാ അല്ലാഹ്. വന്നുപോയ തെറ്റുകൾ മാപ്പ് ചെയ്യ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹുവോട് പൊരുത്തം ചോദിക്കേ. പലിശയുടെ ഇടപാടുകളൊക്കെ അങ്ങ് വിട്, പലിശക്കാരന്റെ ഇടപാടും വിട്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതും വിട്. പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ആ പണം ഒന്നും വാങ്ങി തിന്നിട്ട് വയറ് വീർത്ത് നാളെ ഹിമാലയ പർവ്വതം പോലെ നാളെ മൈശറിലേക്ക് വരാൻ നിൽക്കണ്ട. പലിശക്കാരുടെ ഏറ്റവും വലിയ തൗബ എന്ന് പറഞ്ഞാൽ അവൻ 27-ാം രാവ് വന്നിട്ട് പഠിച്ചവനെ ഞാൻ 10 വർഷം ഞാൻ പലിശ വാങ്ങിയതാ, ഞാൻ വിട്ട്, ഇനി ഞാൻ എടുക്കൂല, അള്ളാഹു പൊരുത്തം തരണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ 10 വർഷം മേടിച്ച പലിശ തിരിച്ചു കൊടുക്കണം, എന്നാലേ അവൻ്റെ തൗബ സ്വീകരിക്കൂ. ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നറിയോ, 10-15 വർഷം പലിശ മേടിച്ച് തിന്നവനാണ്, വയറൊക്കെ വീർത്ത് ചീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് 27-ാം രാവോടുകൂടി കമന്ന് കിടന്ന് ദ്വാരന്ന് തൗബ ചെയ്ത് ഇനി മേലെ ഇല്ല, അള്ളാഹ് പടച്ചവനെ എനിക്കിനി പലിശയായിട്ടൊരു ബന്ധമില്ല, ഹറാം ഞാൻ വിട്ടു റബ്ബെ, അള്ളാഹ് എല്ലാം വിട്ട് അള്ളാഹ് എന്ന് പറഞ്ഞ് അന്നത്തെ വർഷം ഹജ്ജിനും പോയി. ഇവന്റെ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കും. ഈ പലിശ തിന്നത് ആരിൽ നിന്നൊക്കെ നീ വാങ്ങിയോ അതൊക്കെ തിരിച്ചു കൊണ്ടു കൊടുക്കണം, എന്നാലേ അവന്റെ ഹജ്ജും സ്വീകരിക്കൂ, അവന്റെ തൗബയും സ്വീകരിക്കൂ. ചോദിച്ചു നോക്ക് ആലിമീങ്ങളോട്. എൻ്റെ വാക്ക് മാത്രം നിങ്ങൾ കേൾക്കണ്ട, ഞാൻ ഈ പറയുന്നത് മാത്രം വെറുതെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഈ സാധനം ഇരിക്കല്ലേ, ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ്, ആലിമീങ്ങൾ മൊത്തം കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്കിവിടുന്ന് വിളിച്ചു പറയാൻ പറ്റൂല, നിങ്ങളുടെ തൗബ നിങ്ങളുടെ നല്ല ഈ പലിശക്കാരൻ്റെ തൗബ എന്ന് പറഞ്ഞാൽ എത്ര വർഷവും പലിശ തിന്നിട്ടുണ്ടോ ആ പൈസ അവൻ മടക്കി കൊടുക്കണം. അറിയാത്തവരാണെങ്കിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ലക്ഷം വീട്ടിലോ സാധുക്കൾക്കോ കൊണ്ട് നീയത്തില്ലാതെ കൊണ്ട് തള്ളിയേക്കണം. 10 വർഷം ഞാൻ ഒരു 50 ലക്ഷം രൂപ ഞാൻ പലിശ ഇനത്തിൽ തിന്നിട്ടുണ്ട്, കൊണ്ടുപോയി തള്ളു, JCB കൊണ്ടുപോയി തള്ളു, വേസ്റ്റിൽ കൊണ്ടുപോയി തള്ളു, എന്നിട്ട് വാ അള്ളാഹിന്റെ അടുക്കൽ. ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. ആഖിറത്തിലെത്തുമ്പോൾ പന്നിയുടെ കോലത്തിൽ വരും. അപ്പോഴേ മലക്കുകൾ പിടിക്കും, ഇങ്ങോട്ട് മാറുന്നില്ലെന്ന് പറയും. ഇങ്ങോട്ട് മാറില്ല. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് റിയാദിലെത്തുമ്പോൾ അല്ലെങ്കിൽ ദമാമിലെത്തുമ്പോൾ ജദീദ് തൈസിർ ഖദീം ഖല്ലീന, ജദീദ് ഖല്ലീന, ഖദീം ഖല്ലീന എന്ന് പറയില്ലേ. പുതിയ വിസക്കാരാണ്, ഉംറക്കാരൻ മാറുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തും. ഈ കോലത്തിൽ വരുമ്പോഴേ അവർക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും നാളെ. പടച്ചോൻ നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. സൂക്ഷിക്കാൻ വേണ്ടി പറയാൻ, ആരെയും പേടിപ്പിക്കാനല്ല കേട്ടോ, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാൻ. ഇത്തിരി കട്ടിക്ക് പറഞ്ഞെങ്കിൽ കുറച്ചെങ്കിലും പേടി ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ പേടിയൊക്കെ അങ്ങ് പോകും. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു പേടിയും ടെൻഷൻ ഉണ്ടാവും. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ യാ അല്ലാഹ് അസ്സലാം. എവനെങ്കിലും റോഡ് സൈഡിൽ വെള്ളം കൊടുക്കാതെ ആദ്യം അത് മേടിച്ചു കുടിക്കും. അളിയ ഈ വെള്ളം ഏതാന്ന് പോലും ചോദിക്കൂല. ഈ ഹറാമും ഹലാലും കണ്ട് പുറത്തോട്ട് ഈ ചൂടില് നല്ല റോസ് മിൽക്ക്, ഹൈസ് റോസ് മിൽക്ക് ഒരാൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന എല്ലാവർക്കും ഇതാ കുടിയെന്നും പറഞ്ഞ്, അളിയത് എവിടുന്നാളിയാ, എന്താ അളിയാ, എങ്ങനെ വന്ന അളിയാ ഒന്നും ചോദിക്കൂല. അടിക്കൽ തന്നെ 10 രൂപ കൊടുത്ത വെള്ളം കിട്ടും, മേടിച്ചു കുടിച്ചാൽ മതി. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു ശൈലി. അങ്ങനെ ആയിപ്പോയി, നമ്മൾ അങ്ങനെ തിന്ന് ശീലിച്ചു പോയി. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. 18-ാം തീയതി മരണപ്പെട്ട മർഹൂം അൽഫ അബ്ദുൽ ഖാദർ ഹാജിയുടെ സഹോദരി സൽമാ ബി